നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും. മന്ത്രി വീണ ജോർജിന് പറ്റാത്തത് ഇതാ മന്ത്രി ആർ ബിന്ദു ചെയ്ത് കാട്ടിക്കൊടുത്തു. മാസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ട നിരാലംബരും നിരാശ്രയരുമായ 21 പേരെയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അവരവിടെ പുനരധിവസിപ്പിക്കുകയായിരുന്നു സർക്കാർ. വീണ മന്ത്രിക്ക് ചികിത്സിക്കാൻ അറിയാവുമെങ്കിൽ മന്ത്രി ബിന്ദുവിന് പുനരധിവസിപ്പിക്കാനും അറിയാം. സാമൂഹ്യനീതി വകുപ്പിന്റെ വയോരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും കിടപ്പ് രോഗികളായ 17 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന 21 പേരെ മന്ത്രി ആർ ബിന്ദു നേരിട്ടെത്തി സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി ആംബുലൻസുകളിലായി പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് എത്തിച്ചത്. ഇവരിൽ ഭൂരിഭാഗവും കിടപ്പ് രോഗികളാണ്. ബന്ധുക്കളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ലാത്തവരും അന്യ സംസ്ഥാനക്കാരും ഉൾപ്പെടെയുള്ള ഇവരിൽ പലർക്കും സ്വന്തം പേരോ നാടോ പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. ഉറ്റവർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന തങ്ങൾക്ക് തലചായ്ക്കാൻ ഇടവും കഴിക്കാൻ അന്നവും ഉടുക്കാൻ വസ്ത്രവും നൽകി പരിചരിച്ച മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ രോഗികൾ യാത്ര പറയാൻ ചുറ്റും കൂടി നിന്നവരോടൊക്കെ കണ്ണുനീരോടെയാണ് യാത്ര പറഞ്ഞത്. ഇത്രയും നാൾ രോഗികളെ പരിചരിച്ച ആശുപത്രി ജീവനക്കാരെയും മന്ത്രിയും അഭിനന്ദിച്ചു. സംരക്ഷിക്കാൻ ആളില്ലാത്തതും കിടപ്പ് രോഗികളുമായ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് വയോസാന്ത്വന പദ്ധതി നടപ്പാക്കാൻ ഒരു പദ്ധതിയും രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായ ഗാന്ധി ഭവനിലൂടെ പുനരധിവസിപ്പിച്ചവർക്ക് ആവശ്യമായ സഹായം സർക്കാർ ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ഉറപ്പു നൽകി. അസുഖങ്ങൾ ഭേദമായ ശേഷവും വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാകാത്ത ഒട്ടേറെ പേർ ആശുപത്രികളിൽ വർദ്ധിച്ചു വരുമ്പോൾ അത് പ്രയാസകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് അത്തരം രോഗികളുടെ സമ്പൂർണമായ പുനരധിവാസം ഏറ്റെടുക്കണമെന്ന് സാമൂഹിക നീതി വകുപ്പ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തിൽ ഒട്ടേറെ വയോജനങ്ങളെയും രോഗങ്ങൾ ഭേദമായവരെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ആ അവസരത്തിലും ഏറ്റവും അധികം ആളുകളെ ഏറ്റെടുത്തത് പത്തനാപുരത്തെ ഗാന്ധി ഭവനാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ആരും ഒറ്റയ്ക്കല്ല എന്ന മനുഷ്യ സ്നേഹ നിർഭരമായ മുദ്രാവാക്യം സമൂഹം ഏറ്റെടുക്കണമെന്നും തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നതാണ് സാമൂഹിക നീതി വകുപ്പിന്റെ മുദ്രാവാക്യമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഇവർക്ക് ആവശ്യമായ മികച്ച പരിചരണവും ചികിത്സയും നൽകുമെന്നും ഇവർക്കായി പ്രത്യേക വാർഡും മെഡിക്കൽ ടീമും സജ്ജമാണെന്നും ഗാന്ധി ഭവൻ സെക്രട്ടറി പുല്ലൂർ സോമരാജനും അറിയിച്ചു. മന്ത്രി ആർ ബിന്ദുവിന്റെയും തിരുവനന്തപുരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ രംഗരാജൻ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുൽകുമാർ, ആർഎംഒ ഡോക്ടർ കെ പി ജയപ്രകാശ്, നഴ്സിംഗ് ഓഫീസർ ഷാനിഫ, മെഡിക്കൽ കോളേജ് മീഡിയ കോർഡിനേറ്റർ സജീവ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ, മാനേജിംഗ് ഡയറക്ടർ ബി ശശികുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മോഹനൻ, HR മാനേജർ ആകാശ് അജയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സംഘം രോഗികളെ ഏറ്റെടുത്തത്. 2023 ഓഗസ്റ്റിലും 24 സെപ്റ്റംബറിലും ഗാന്ധി ഭവനിലേക്ക് സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നിരവധി രോഗികളെ പുനരധിവസിപ്പിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച